ഹലോ ഗീസ് ഗെയിമർമൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ ഷിൻചാനെ, അപ്പോൾ ഞാൻ എന്തായാലും ജോലിക്ക് പോകാം കേട്ടോ. ഇനി ഞാൻ ഓഫീസിൽ പോയിട്ട് ഉച്ചയ്ക്കേ വരത്തുള്ളൂടാ. എന്നാ പിന്നെ പോയിക്കോ ഫ്രാങ്ക് ഓഫീസിൽ. ആടാ ഷിൻചാനെ, അപ്പോൾ ഞാൻ എന്തായാലും ഓഫീസിൽ പോവാം. ഓക്കെ ഗീസ്, നമുക്ക് എന്തായാലും ഓഫീസിൽ പോവാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് ഫുൾ സപ്പോർട്ട് ഗീസ്. ഓക്കെ എടാ ഷിൻചാനെ അകത്ത് കയറി. നമുക്ക് എന്തായാലും ഇപ്പോൾ തന്നെ ഓഫീസിലോട്ട് പോകാം ഗീസ്. ആ ഫ്രാങ്ക്ലിൻ ഓഫീസിലോട്ട് പോയിരിക്കുക. ഇപ്പം തന്നെ ആ ഷിൻചാൻ ചെറുക്കനെ തട്ടിക്കൊണ്ടു പോവാൻ പറ്റിയ സമയം. എടാ ഷിൻചാനെ, നീ തീർന്നടാ, തീർന്ന്. ആ ഷിൻചാൻ ചെറുക്കൻ അകത്താണെന്ന് തോന്നുന്നു. ഇത് തന്നെ ആ ഷിൻചാൻ ചെറുക്കനെ തട്ടിക്കൊണ്ടുപോവാൻ പറ്റിയ സമയം. ആരാ അത്? ഇതാരാണോ ആവോ? ആ ഫ്രാങ്ക്ലിൻ ബൈയുടെ കൂട്ടുകാരനായിരിക്കും. ആ ഫ്രാങ്ക്ലിൻ ബൈനെ കാണാമെന്നാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ബൈ ഇപ്പോൾ ഓഫീസിൽ പോയിരിക്കുക. ഇനി ഫ്രാങ്ക്ലിൻ ബൈ ഉച്ചയ്ക്കേ വരത്തുള്ളൂ. എന്താണ് ഫ്രാങ്ക്ലിന് ഉച്ചയ്ക്കേ വരത്തുള്ള? അപ്പോൾ ഇവനെ തട്ടിക്കൊണ്ടു പോകാൻ കുറേ സമയമുണ്ട്. മോനെ, ആ കാണുന്ന റെഡ് വണ്ടി കണ്ടു? അതിനകത്ത് മോൻ വന്ന് കയറ്. എന്താ ആ റെഡ് വണ്ടി? ഞാൻ കയറാനോ? ഞാൻ കയറത്തൊന്നുമില്ല. മോനെ, എന്തിനാ മോനെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? മര്യാദയ്ക്ക് ആ വണ്ടിക്കകത്ത് കയറിക്കോ. ഇല്ല, ഞാൻ കയറത്തില്ല വണ്ടിക്കകത്ത്. മോനെ, മോൻ കളിക്കാതെ മര്യാദയ്ക്ക് ആ വണ്ടിക്കകത്ത് കയറിക്കോ, ഇല്ലെങ്കിലേ തലയെ ബുള്ളറ്റ് കയറും മോനെ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് തോക്കൊന്നുമല്ല. കണ്ടോ, ഇത് ശരിക്കുള്ള തോക്കാ. സംസാരിച്ച സമയം കളയാതെ വേഗം വണ്ടിക്കകത്ത് കയറും മോനെ, ഇല്ലെങ്കിലേ തലയിൽ ബുള്ളറ്റ് കയറും. എന്തിനാ മോനെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ആ വണ്ടിക്കകത്ത് വേഗം വന്ന് കയറ്. ഗേസ്, ആ തോക്ക് കാണിച്ചപ്പോൾ തന്നെ ഈ ഷിൻചാൻ ചെറുക്കൻ അങ്ങ് പേടിച്ച്. അങ്ങനെ നമ്മൾ ഈ ഷിൻചാൻ ചെറുക്കനെ വണ്ടി കയറ്റിയിട്ടുണ്ട് ഗേസ്. ഓക്കെ എടാ ഷിൻചാനെ, നീ തീർന്നടാ, നീ തീർന്ന്. ഇന്ന് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കണം. എന്നിട്ട് ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ ഇവനെ അങ്ങ് കൊല്ലണം. പിള്ളേരെയൊക്കെ കൊല്ലുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഒരു പ്രത്യേക സുഖമാണ്. എന്താടാ, നിന്റെ ഫ്രാങ്കൻബായ് ഇത് അറിയാനോ? നിന്റെ ഫ്രാങ്കൻബായ് എങ്ങനെ അറിയാനാടാ? നിന്റെ ഫ്രാങ്ക്ലിൻ ഇത് അറിയാൻ പോകുന്നില്ലടാ ഷിൻചാനെ. നിന്റെ ഫ്രാങ്ക്ലിൻ മാത്രമല്ല, ആരും ഇതറിയാൻ പോകുന്നില്ല. ഇന്ന് നീ തീർന്നടാ ഷിൻചാനെ. ഇന്ന് രാത്രി തന്നെ നിന്നെ ഞാനങ്ങ് കൊല്ലും. പിള്ളേരെ കൊല്ലുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഗീസ്, അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ വീട്ടിലോട്ട് പോവാണ് ഗീസ്. ഓക്കെ എന്തൊരു ചൂട്! ജൂൺ മാസമായിട്ടും മഴയൊന്നും പെയ്യുന്നില്ല. ഒരു നല്ല മഴ പെയ്യുമായിരുന്നെങ്കിൽ എന്ത് സുഖമായേനെ. ഇപ്പോഴാണെങ്കിൽ ചൂട് കൊണ്ട് പുറത്ത് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. എന്തൊരു ചൂടാ! ഷിൻചാൻ എന്തെടുക്കുവാണോ ആവാം, അവനകത്ത് വല്ലതും കിടക്കുമല്ലോ ആയിരിക്കും. ഓക്കെ ഗീസ്, നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് അകത്ത് പോയി കിടന്ന് ഉറങ്ങാം ഗീസ്. ഓക്കെ നമ്മുടെ ഹെൽമെറ്റ് എന്തായാലും ഊരാം. ഹെൽമെറ്റ് ഊരിയപ്പോൾ തന്നെ എന്തൊരു ആശ്വാസം തലയ്ക്കൊക്കെ. ഓക്കെ നമുക്ക് എന്തായാലും ഒന്ന് കിടന്ന് ഉറങ്ങാം. ഷിൻചാൻ എന്തെടുക്കുവാണോ ആവോ? എടാ ഷിൻചാൻ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇവനെവിടെ പോയി? ഇനി ചിലപ്പോൾ ഇവൻ മേളിൽ കാണും ഗീസ്. ഓക്കെ നമുക്ക് എന്തായാലും മേളിൽ പോയി നോക്കാം. ഈ ഷിൻചാൻ ചെറുക്കൻ എന്നാലും എവിടെ പോയി? ഇവിടെയൊന്നും ഇവനെ കാണുന്നില്ലല്ലോ. ഇവനിതെവിടെ പോയി? മേളിലും കാണുന്നില്ല, താഴെയും കാണുന്നില്ല. ഇവനിതെവിടെ പോകാനാണ് ഗീസ്? ഓക്കെ ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും പോവാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം പോകാമെന്ന്. അവൻ എൻ്റെ അടുത്ത് ചോദിക്കാതെ പോകാനൊക്കെ അവൻ ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. മിക്കവാറും അവൻ മറ്റേ മിക്കി മൗസിൻ്റെ വീട്ടിലോട്ട് വല്ലതും പോയതായിരിക്കും. എന്തായാലും അവൻ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ കാണിച്ചു കൊടുക്കുക. അവൻ എൻ്റെ അടുത്ത് ചോദിക്കാതെ പോയിരിക്കുന്നു. അവൻ പുറത്തോട്ട് പോവുകയാണെങ്കിൽ 4 മണിക്കുള്ളിൽ വീട്ടിൽ വരും ഗീസ്. ഓക്കെ എന്തായാലും അവൻ പോയിട്ടുണ്ടെങ്കിൽ 4 മണിക്കുള്ളിൽ തന്നെ വീട്ടിലോട്ട് വരും. നമുക്കെന്തായാലും ഇപ്പോൾ തന്നെ കിടന്നുറങ്ങാം. ഓക്കെ നമുക്കെന്തായാലും കിടന്നുറങ്ങാം ഗീസ്. ഓക്കെ ഗീസ്, നമ്മൾ പറഞ്ഞ പോലെ ഓഫീസിൽ നിന്ന് വന്നിട്ട് നമ്മൾ കിടന്നങ്ങ് ഉറങ്ങി. ഇപ്പോൾ സമയം എത്രയായി? സമയം 5 മണിയായി. എടാ പറഞ്ഞ പോലെ നമ്മുടെ ഷിൻചാൻ ചെറുക്കൻ പോയിട്ട് ഇതുവരെ വന്നില്ലേ?
അവൻ എങ്ങോട്ടോ പോയിരിക്കുമെന്ന് തോന്നുന്നു. വന്നപ്പോൾ അവനെ കണ്ടില്ല. അവൻ എങ്ങോട്ടേലും പോകണേ തന്നെ ഞാൻ പറഞ്ഞില്ലേ 4 മണിക്കുള്ളിൽ അവൻ വീട്ടിലോട്ട് വരും. പക്ഷേ ഇപ്പോൾ സമയം 5:30 ഇതുവരെ അവൻ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടില്ല. ഇതിനകത്ത് എന്തോ ഒരു പന്തികേട് പോലെ. ഇനി അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് വല്ലതും പോയതാണോ? നമ്മളെന്തിനാ വെറുതെ ഓവർ തിങ്ക് ചെയ്യുന്നത്? എടാ പറഞ്ഞ പോലെ നമുക്ക് CCTV ക്യാമറ ഉണ്ടല്ലോ, അതേ കൂടെ അറിയാൻ പറ്റും അവൻ ഇനി എങ്ങോട്ടാണോ പോയെന്ന്. സോ നമുക്കെന്തായാലും ആ ഒരു CCTV ക്യാമറയിൽ കൂടെ നോക്കാം. ഇനി ആരെങ്കിലും അവനെ തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് നമുക്ക് നോക്കാം ഗീസ്. ഓക്കെ ഗീസ്, നമുക്കിവിടെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കൂടെ നോക്കാം ഗീസ്. സോ ഗീസ്, ആ ഒരു CCTV ക്യാമറ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ നാട്ടിലുള്ളൊരു സൈക്കോ സുരേഷാണ് അവനെ തട്ടിക്കൊണ്ടുപോയത്. അവനെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ ഷിൻചാനെ അവൻ തട്ടിക്കൊണ്ട് പോയത്. അവനാണെങ്കിൽ ഒരു സൈക്കോയാ. അവനെനിക്ക് അറിയാവുന്നതാ. അവന് കുറേ പിള്ളേരെയൊക്കെ ഇതേപോലെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവൻ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് അവൻ കൊല്ലും. അതാണ് അവൻ്റെ ഹോബി. സോ നമുക്ക് ഒട്ടും സമയമില്ല. കാരണം അവൻ ആ ഷിൻചാനെ വേണമെങ്കിൽ അവൻ കൊല്ലും ഗീസ്. ഓക്കെ, സോ അവൻ ആ ഒരു ഷിൻചാനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവൻ്റെ വീട്ടിൽ പോയി നമുക്ക് ആ ഒരു ഷിൻചാനെ രക്ഷിക്കണം. മിക്കവാറും അവൻ്റെ വീട്ടിൽ തന്നെ കാണും ഷിൻചാൻ. അവൻ്റെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ഷിൻചാനെ. സോ നമുക്ക് ഇപ്പം തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ഷിൻചാനെ കണ്ടുപിടിക്കാം ഗീസ്. ഓക്കെ, ആ ഷിൻചാനെ അവൻ വല്ലതും ചെയ്തു ആവോ. സോ നമുക്ക് ഇപ്പം തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോവാം. സൈക്കോ സുരേഷിൻ്റെ വീട്ടിലോട്ട് നമുക്ക് ഇപ്പം തന്നെ പോവാം ഗീസ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പോയി നമ്മുടെ ആ ഒരു ഷിൻചാനെ രക്ഷിക്കണമെങ്കിൽ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് ഫുൾ സപ്പോർട്ട് ഗീസ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോവാം. അവൻ ആ ഒരു ഷിൻചാനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി നമ്മുടെ ആ ഒരു ഷിൻചാനെ രക്ഷിക്കാം. സോ ഗീസ്, ഫൈനലി നമ്മൾ അവൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ വണ്ടി ഇവിടെ നിർത്താം. ഓക്കെ, സോ ഇതാണ് ആ ഒരു സൈക്കോ സുരേഷിൻ്റെ വീട് ഗീസ്. മിക്കവാറും നമ്മുടെ ഷിൻചാൻ ചെറുക്കനെ ഇവൻ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, എടാ സുരേഷ്, എടാ സൈക്കോ സുരേഷ്, ഇറങ്ങി വാടാ. ആരാടാ ഈ വിളിക്കുന്നത്? ഇത് ഫ്രാങ്ക്ലിൻ അല്ലേ? ഇവൻ അറിഞ്ഞെന്ന് തോന്നുന്നു ഇവൻ്റെ അനിയ ഷിൻചാൻ ചെറുക്കനെ ഞാൻ തട്ടിക്കൊണ്ടുപോയ കാര്യം. എന്താടാ ഫ്രാങ്ക്ലിനെ, എന്താ? എടാ സുരേഷ്, നീ എൻ്റെ അനിയൻ ഷിൻചാൻ ചെറുക്കനെ തട്ടിക്കൊണ്ട് പോയല്ലേ? എവിടെയാടാ എൻ്റെ ഷിൻചാനെ നീ ഒളിപ്പിച്ചിരിക്കുന്നത്? അവനെ ഇറക്കി ഇങ്ങോട്ട് വിട്. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ എൻ്റെ അനിയൻ ഷിൻചാൻ ചെറുക്കനെ കൊണ്ടേ പോകൂ. എന്താടാ, ഞാൻ നിന്റെ ഷിൻചാൻ ചെറുക്കനെ തട്ടിക്കൊണ്ട് പോയെന്നാ? എന്താടാ ഈ പറയുന്നത്? ഒന്ന് പോടാ. നിനക്കെന്നെ ശരിക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. വേഗം തന്നെ ഇവിടുന്ന് സ്ഥലം കാലി വയ്ക്കോ, ഇല്ലെങ്കിൽ തലേ ബുള്ളറ്റ് കയറും. എന്താടാ തലേ ബുള്ളറ്റ് കയറുന്നോ? ഗീസ്, ആ ഒരു ഷിൻചാൻ ചെറുക്കനെ ഇവൻ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ പോലെ അവൻ എന്നെയും തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ പോവാണ് ഗീസ്. അവൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ തലേ ബുള്ളറ്റ് കയറുന്നു. നീ ഫ്രാങ്ക്ലിൻ്റെ തലേ ബുള്ളറ്റ് കയറ്റാൻ മാത്രം ആയാടാ സുരേഷേ? ഞാൻ മിഷൻ ഗണ്ണായിട്ടാടാ വന്നത്. ചാവടാ ചാവ്. അയ്യോ പോച്ചടാ സ്വാമി. ഗീസ്, നമ്മളങ്ങനെ അവനെ തീർത്തിട്ടുണ്ട് ഗീസ്. ഇനി നമുക്ക് ഇവൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കാം നമ്മുടെ ഷിൻചാൻ ചെറുക്കനെ ഇവൻ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, സോ ഗീസ്, ഈ വീട്ടിൽ നിന്ന് നമ്മുടെ ഷിൻചാൻ ചെറുക്കനെ കണ്ടുപിടിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ സപ്പോർട്ട് ഗീസ്. ഓക്കെ, നമുക്ക് മേളിൽ കയറി നോക്കാം. ഇവിടെയൊന്നും ഷിൻചാനെ കാണുന്നില്ലല്ലോ ഗീസ്. സോ ഗീസ്, മേളിൽ ഫുള്ള് നമ്മൾ നോക്കി, ഇവിടെയൊന്നും നമ്മുടെ ഷിൻചാൻ ചെറുക്കനെ കാണുന്നില്ല ഗീസ്. ഓക്കെ, സോ നമുക്ക് ഇവിടെയും കൂടെയുള്ളൂ ഇനി നോക്കാനുള്ളത് ഗീസ്. ഓക്കേ, എടാ ഷിൻചാനെ, ഗീസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഷിൻചാൻ ചെറുക്കനെ കണ്ടുപിടിച്ച്. എടാ, അത് ആ ഒരു സൈക്കോ സുരേഷാണ് നിന്നെ തട്ടിക്കൊണ്ട് പോയത്. ഞാനിപ്പോൾ ഒന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ അവൻ നിന്നെ കൊന്നാനേ. അവൻ നിന്നെ ക്രൂരമായിട്ട് കൊന്നാനേ. അതാണ് അവൻ്റെ ഒരു ഹോബി. ഓക്കെ ഗീസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഷിൻചാൻ ചെറുക്കനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.